ഇന്ന് അപ്പത്തിന് അരിയാട്ടാൻ പോവുകയാണ്. ഒരു വ്യത്യാസമുണ്ട്. സാധാരണ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടിയല്ലേ നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അരി കുതിർത്ത് മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഇത് വെച്ച് നമുക്ക് പുട്ടോ കുഴക്കട്ടയോ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കാനായി അതിലേക്ക് അപ്പം ഉണ്ടാക്കാനായി 1/2 കിലോയ്ക്ക് വേണ്ടി പൊടി ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചോറും തേങ്ങാപ്പീരയും ചേർക്കാം. അരമണിക്കൂറിനകം അപ്പം ചുടണമെങ്കിൽ ഈസ്റ്റും കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് അരമണിക്കൂറിനകം മാവ് നല്ലവണ്ണം പൊങ്ങി വരും. അപ്പോൾ അപ്പം ചുടാം. ഇത് ഞാൻ നാളത്തേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈസ്റ്റ് ചേർത്തില്ല. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അരി പൊടിക്കാനായി വെള്ളത്തിൽ കുതിർത്തിടണ്ട. ഉടനെ തന്നെ കഴുകി വെള്ളം വാരാനായി വെക്കാം. വെയിലത്ത് ഇട്ട് ഉണക്കാനും നിൽക്കണ്ട. മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ച് വറുത്ത് തരാൻ പറഞ്ഞാൽ മതി. ഇത് റേഷൻ കടയിൽ നിന്ന് ഞാൻ വാങ്ങിയ പച്ചരിയാണ്. ഈ അരി അല്ലാതെ ഇരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് പൊടിച്ച് വെക്കുന്നത്. ദോശയ്ക്ക് ഇഡലിക്കും ആണെങ്കിൽ ഉഴുന്ന് കുതിർത്ത് ആട്ടിയിട്ട് ഈ പൊടിയും ചോറും ചേർത്ത് ആട്ടി മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ദോശയും ഇഡലിയും ചുടാൻ പറ്റും. രാത്രിയിൽ അപ്പം ചുടാനായിട്ടാണ് രാവിലെ പൊടിയൊക്കെ ആട്ടി വെച്ചത്. കടലയും കുതിർക്കാനിട്ട്. രാത്രി കടലക്കറിയും വെക്കാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം ആയപ്പോൾ പ്ലാൻ അങ്ങ് മാറ്റി. കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. മധുരം ഇടാതെ കുറച്ച് റവയും കാച്ചി അതിൽ ആപ്പിളും ഡേറ്റ്സും ഒക്കെ ഇട്ട് അങ്ങ് കുടിച്ച്. മാവെടുത്ത് അങ്ങ് ഫ്രിഡ്ജിലും വെച്ച് കടലയും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അങ്ങനെ പൊടിയെല്ലാം ആട്ടി എടുത്തിട്ടുണ്ട്. ഒഴിച്ച് മാറ്റി വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഇരിക്കണം. ഇത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതിനകത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിനകത്തോട്ട് നല്ലെണ്ണ തേച്ച് കൊടുക്കും. മാവ് കോരി ഒഴിക്കുക. അത് ചുറ്റിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് ചുട്ടെടുക്കുക. അപ്പത്തിനുള്ള കടലക്കറിക്കുള്ള കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും കടലയും കൂടെ വേവിച്ച് ഇതിനകത്ത് മസാല ചേർക്കണം. അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കിയ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായത്. കടലക്കറിക്കുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് ഇനി അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടാമെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. ഇനി വേവിച്ച് വെച്ചാൽ കടല ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അന്നേരം ആ മസാല എല്ലാ കടലയിലോട്ട് പിടിക്കത്തുള്ളൂ. കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാം. അതിനകത്ത് ഇപ്പം ഇട്ടിട്ടില്ല. അങ്ങനെ അപ്പവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് റേഷനരി വെച്ചുണ്ടാക്കിയ അപ്പോൾ അതാണ് കളർ വ്യത്യാസം. നമ്മളല്ലാതെ വാങ്ങിക്കുന്ന അരിക്കാണെങ്കിൽ നല്ല വൈറ്റ് കളറ് വരും. കടലക്കറി തേങ്ങാക്കൊത്ത് കടുക് വറുത്തപ്പോൾ ഇടാൻ മറന്നു പോയായിരുന്നു. പിന്നെ ഞാൻ
അരിഞ്ഞിട്ട്. അങ്ങനെ അപ്പവും കടലക്കറിയും റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.